ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് LDCയുടെ പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലകളുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ നടന്നിട്ടുള്ള പരീക്ഷകളിൽ വെച്ച് ഈ 10 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇതുവരെ നടന്ന ഘട്ടങ്ങളിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ തോന്നിയത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കാം. നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. x minus 1 by x is equal to 1 by 2 ആയാൽ x not equal to 0 എന്തായിരിക്കും 4x square plus 4 by x squareന്റെ വില? നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കൊരു നോർമൽ കേസിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയോണം. x minus 1 by x equal to k ആയാൽ x minus 1 by x is equal to k ആയാൽ നമുക്കിത് എങ്ങനെ ഇക്വേഷൻ ഉണ്ട്? x square plus 1 by x squareന്റെ വാല്യൂ എന്ന് പറയുന്നത് k square plus 2 ആയിരിക്കും. നമുക്ക് PSC പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് x minus 1 by x എന്ന് പറയുന്നത് k ആയാൽ എനിക്ക് എന്ത് വാല്യൂ ആയിക്കോട്ടെ, അത് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് x square plus 1 by x square is equal to k square plus 2 ആയിരിക്കും. ഇനി ഇതാ ഇങ്ങനെയാണ് ചോദിക്കുന്നെങ്കിലോ, x plus 1 by x equal to k ആയാൽ x square plus 1 by x squareന്റെ വാല്യൂ എന്ന് പറയുന്നത് k square minus 2 ആയിരിക്കും. ഇവിടെ പ്ലസ് ടുവിന് പകരം -2. അപ്പൊ ഇത് പ്ലസ് ആയപ്പോൾ ഇപ്പുറത്തുനിന്ന് മൈനസ്, ഇവിടെ മൈനസ് ആയപ്പോൾ ഇപ്പുറത്തുനിന്ന് പ്ലസ്. അത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആണ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ തന്നേക്കിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം. നമ്മുടെ ഈ ഫോമിലല്ലേ കിടക്കുന്നുണ്ട് x minus 1 by x is equal to k. അണ്ടേ x minus 1 by x is equal to k. ശ്രദ്ധിച്ചോണേ, x minus 1 by x is equal to k ഈ ഫോമിലാണ് കിടക്കുന്നത്. ഈ kക്ക് പകരമാണ് 1 by 2. എങ്കിൽ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4x square plus 4 by x squareന്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. ഓക്കെ, നോക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ x minus 1 by x equal to k ആയാൽ x square plus 1 by x squareന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? k square plus 2 ആണ്. k square plus 2. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. നമുക്ക് രണ്ട് x minus 1 by x അണ്ടേ x minus 1 by x equal to ഇവിടെ k യുടെ ഭാഗത്ത് തന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 by 2 ആണ്. k യുടെ ഭാഗത്ത് തന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് 1 by 2 ആണ്. ശ്രദ്ധിച്ചോണം, 1 by 2. ഓക്കെ ആണല്ലോ? 1 by 2. kക്ക് പകരമാണ് ഇവിടെ എന്ത് തന്നേക്കുന്നത്? 1 by 2 എന്നുള്ള വാല്യൂ തന്നേക്കുന്നത്. ഓക്കെ ആണ്, 1 by 2. നമ്മളപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പോവാ? x square plus 1 by x square എന്ന ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ പോവാം. x square plus 1 by x square എന്ന ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ മാറ്റാം? നമുക്ക് ഇവിടെ തന്നേക്കുന്നത് സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 4x square plus 4 divided by x square എന്നാണ് തന്നേക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ദാ ഇവിടെ ഒരു 4 ഇല്ലേ, ഇവിടെ ഒരു 4 ഇല്ലേ? ഈ പ്ലസിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കോമൺ ആയിട്ട് ഒരു 4 ഇനി വെളിയിലെടുക്കണം. പ്ലസിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കോമൺ ആയിട്ട് ഒരു 4 വെളിയിലെടുക്കണം. ഇങ്ങനെ 4 വെളിയിലെടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് ഒരു 4 കോമൺ ആയിട്ട് നമ്മൾ വെളിയിലെടുത്താൽ പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു x സ്ക്വയർ പ്ലസ് ഈ 4 പോയാൽ അവിടെ ഒന്നുമില്ലെങ്കിൽ 1 എന്ന് കൊടുക്കണം, ഒന്നുമില്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ x സ്ക്വയർ എന്ന ഫോമിലേക്ക് കിട്ടും. ഓക്കെ ആണേ? ഓക്കെ, നമുക്ക് രണ്ടേ ഇങ്ങനെ ഒരു ഫോം കിട്ടിയാൽ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെയാണ്? k square plus 2 എന്നാണ്. k square plus 2 ആണ്. എന്താ x square plus 1 by x squareന്റെ വാല്യൂ എന്താണ്?
കെ സ്ക്വയർ പ്ലസ് 2 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വില എത്രയാണ്? കെ സ്ക്വയർ പ്ലസ് 2. ഓക്കെ, കെയുടെ വാല്യൂ ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? കെയുടെ വാല്യൂ ആയിട്ടാണ് നമ്മൾ ഇവിടെ 1/2 എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ചെയ്യേണ്ടത് 4 ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന് പകരം നമുക്ക് എന്താ? കെ സ്ക്വയർ പ്ലസ് 2. കെ എന്ന് വെച്ചാൽ 1/2 അല്ലയോ? ഈ 1/2ന്റെ സ്ക്വയറെ പ്ലസ് 2 എന്നങ്ങ് കൊടുക്കാം. പ്ലസ് 2 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് അതിന്റെ ബാലൻസ് ഇങ്ങോട്ട് ചെയ്യാം. ഇങ്ങോട്ട് ഓക്കെ ചെയ്യാം. 4 വെളിയിൽ കിടപ്പുണ്ട്. ആ 4 അവിടെ കിടന്നോട്ടെ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, പ്ലസ് ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു 2 കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിന്റെ അർത്ഥം 1/4 പ്ലസ് 2. 1/4 എന്ന് വെച്ചാൽ കാൽ. കാൽ പ്ലസ് 2. കാൽ പ്ലസ് 2. കാലിന്റെ കൂടെ 2 കൂട്ടുക. 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 2.25 അല്ലേ? നമുക്കറിയാലോ, 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 2.25. അപ്പൊ വെളിയിലെ 4 അതേപോലെ അവിടെ ഇട്ടുക. 2 4 കൂടെ കൂടുമ്പോൾ 2.25 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് അറിഞ്ഞുകൂടാത്തൊരു ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1/4 പ്ലസ് 2 ആണ്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ 1 എഴുതുക, ക്രോസ് ചെയ്യുക. 1 4 4, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു 1 1 പ്ലസ് 2 4 8 8 1 9 9/4 എന്ന് കിട്ടും. ഓക്കെ, അറിഞ്ഞുകൂടാത്തൊരു ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ 2 പ്ലസ് 4 2.25. ഓക്കെ ആണല്ലോ? 4 ഇൻറ്റു ഈ ബ്രാക്കറ്റ് അങ്ങ് പൊളിക്കാൻ പോകും. ബ്രാക്കറ്റ് പൊളിച്ച് ഇൻറ്റു. ഇനി ഇത് എങ്ങനെ കിടക്കുന്നത്? 2.25. ഇത് മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുക. മിക്സഡ് കിടക്കുന്നതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ 4 2 കൂടെ ഗുണിക്കണം. 4 2 കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 8. 8 1 കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 9. 9/4 എന്ന് കിട്ടും. 4 2 കൂടെ ഗുണിക്കുമ്പോൾ 8, 8 1 9, 9/4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ 4 4 കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? 4 4 കൂടെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 9 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനായ 9 ആണ്. എ ഓപ്ഷനായ 9. ഒന്നും കൂടെ പറയാം. x minus 1/x is equal to k ആയാൽ x square plus 1/x squareന്റെ വാല്യൂ എന്ന് പറയുന്നത് k square plus 2 ആണ്. അപ്പോൾ x minus 1ന്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട് 1/2. അപ്പോൾ k യുടെ വാല്യൂ 1/2 ആണെങ്കിൽ നമുക്ക് വേണ്ടത് 4x square plus 4/x square ആണ്. ഈ രണ്ടിടത്തു നിന്നും 4 നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് വെളിയിലെടുത്താൽ 4 കോമൺ വെളിയിൽ വന്നാൽ ഒരു x square ഉണ്ട് പ്ലസ് 4 പോയ ഒന്നുമില്ലെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. 1/x square. അപ്പോൾ എന്താ? x square plus 1/x square നമുക്ക് എങ്ങനെ എഴുതാം? k square plus 2 എന്ന് എഴുതാം. k യുടെ വാല്യൂ 1/2 ആണെങ്കിൽ 1/2ന്റെ സ്ക്വയർ പ്ലസ് 2. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 1/4 പ്ലസ് 2. 1/4 എന്ന് വെച്ചാൽ കാൽ. കാൽ പ്ലസ് 2 എന്ന് വെച്ചാൽ 2.25. ഈ 2.25 നമുക്ക് എന്ത് ചെയ്യാം? 9/4 എന്ന് എഴുതാം. കാര്യം എന്താ? മിക്സഡ് ഫ്രാക്ഷൻ കിടക്കുന്ന നമ്മൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റി. ഓക്കെ ആണല്ലോ? എസ് എന്നതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ 4 കൊണ്ട് വലിയൊരു 4 ഉണ്ട്, അത് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ മേളത്തെ 4ഉം താഴത്തെ 4 വെട്ടിപ്പോവും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? മനസ്സിലായല്ലോ? വൃത്തത്തിന്റെ ആരം 50%, വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും? ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാകും? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏതൊരു വൃത്തത്തിന്റെയും ആദ്യമുള്ള ആരം എന്ന് പറയുന്നത് 100%. ആദ്യമുള്ള ആരം എന്ന് പറഞ്ഞ എത്രയാണ്? 100%. അതേപോലെ ആദ്യമുള്ള വിസ്തീർണം എന്ന് പറയുന്നതും എത്ര ശതമാനം തന്നെ? 100% തന്നെ. എപ്പോഴും ആദ്യമുള്ളത് 100%. വിസ്തീർണവും 100%, ആരവും 100%. ഇവിടെ എന്താ? ആരം 50% വർദ്ധിച്ചു. 50% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ആരം അത് 50 കൂടെ കൂട്ടിയിട്ട് 150%. ഓക്കെ ആണല്ലോ? യെസ്, 150%. നമുക്കിവിടെ വേണ്ടത് ഇതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ്. അപ്പൊ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ πr² ആണ്. ഈ πr²ന്റെ ആരം 2 പ്രാവശ്യം എഴുതണം. πr². നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയൊന്നും ചെയ്യണ്ട, ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം. ഈ πr² പൈ പോട്ടെ. ഈ ആരം സ്ക്വയർ എന്ന് വെച്ചാൽ ആരത്തെ 2 പ്രാവശ്യം എഴുതണം. നമ്മുടെ കണക്ക് പ്രകാരം ആരം 150% എന്ന് കിട്ടിയത് കൊണ്ട് നിങ്ങൾ എളുപ്പമാർഗം, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 150% 2 പ്രാവശ്യം എഴുതണം. 150%. വേണ്ട, ഇതാണ് ആരം.
ഇൻറ്റു 150%. 150% ഇൻറ്റു 150%. ആരം സ്ക്വയർ. അപ്പോൾ ആരം എന്ന് വെച്ചാൽ 150% ഇൻറ്റു 150% ഇൻറ്റു ഒരു 100 കൂടെ നിങ്ങൾ അങ്ങ് കൊടുത്തേക്കണം. ഇൻറ്റു ഒരു 100 കൂടെ. ഇത്രയും ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യമുള്ള ആരം 100%, അത് 50 കൂടെ വർദ്ധിച്ചാൽ 150% ആവും. ഈ 150% നമുക്ക് എന്താ എഴുതാം? 150/100 ഇൻറ്റു 150/100 ഇൻറ്റു 150/100. അല്ല സോറി, 150/100 ഇൻറ്റു 150/100 ആരം സ്ക്വയർ 2 പ്രാവശ്യം എഴുതുക. ഇൻറ്റു ഒരു 100 കൊടുക്കുക. ഇൻറ്റു ഒരു 100. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിനെ വെട്ടി ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഈ 100ഉം ഈ 100 കൂടെ വെട്ടിപ്പോകും. ഈ 0ഉം ഈ 0ഉം വെട്ടി, ഈ 0ഉം ഈ 0ഉം വെട്ടി. 15 ഗുണം 15 എന്ന് വെച്ചാൽ 225 എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ എഴുതാം 15 ഗുണം 15 എത്ര? 225. ഇപ്പോൾ വിസ്തീർണം എത്ര ശതമാനം ആയി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം. വിസ്തീർണം എത്ര ശതമാനം ആയി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 225%. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര ശതമാനം വർധനവ് ഉണ്ടാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. വർധനവ് എത്ര ഉണ്ടാകും എന്ന് വെച്ചാൽ ഞാൻ തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യമുള്ള വിസ്തീർണം എന്ന് പറയുന്നത് എത്ര ശതമാനമാ? 100% അല്ലേ? 100%. അത് എത്രയായി? 225% ആയപ്പോൾ 225ൽ നിന്ന് 100 കുറച്ചാൽ 100% കുറച്ചാൽ ബാക്കി വരുന്നത് 125%. എത്ര വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ 125%മേ വർദ്ധിച്ചിട്ടുള്ളൂ. എത്ര ശതമാനം ആയി എന്ന് ചോദിച്ചാൽ 225% ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ആൻസർ ബി ഓപ്ഷൻ ആണ്. ബി ഓപ്ഷൻ എത്രയാണ്? 125%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 2000 ജനുവരി 1 ശനിയാഴ്ചയെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട്. സാധാരണ ഇതെല്ലാവരും ചെയ്യുന്ന രീതിയുണ്ട്. നമ്മുടെ ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 ഏതാണോ അതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും അടുത്ത വർഷത്തിലെ ജനുവരി 1. ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാകും. ഒരു അതിവർഷത്തിൽ ഒരു ദിവസത്തിന്റെ ജനുവരി 1 ഏതാണോ അതിനെക്കാട്ടി 2 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരിക്കും അടുത്ത വർഷം ജനുവരി 1. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ 2000 ജനുവരി 1 ശനിയെങ്കിൽ 2001 ജനുവരി 1 ഞായർ തിങ്കൾ 2 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. കാര്യം 2000 അതിവർഷമാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചാണ് പലരും ഇത് ചെയ്യാറുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സമയം എടുക്കും. നമ്മൾ ഇതെന്ത് ചെയ്യും? വളരെ എളുപ്പമായിട്ട് ചെയ്യും. 2 ട്രിക്ക് നിങ്ങൾ ഇതിനകത്ത് ആലോചിക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. 2000 എന്നുള്ളത് 2000 ജനുവരി 1 ശനിയെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ചോദിക്കണം. 2000 മുതൽ 2000 to 2006 വരെ എത്ര വർഷം ഉണ്ടെന്ന് ചോദിച്ചാൽ 6 വർഷങ്ങളാണ് ഉള്ളത്. എത്ര വർഷം ഉണ്ടോ? 6 വർഷം. 2000 മുതൽ 2006 വരെ എത്ര വർഷം ഉണ്ടോ? 6 വർഷമുണ്ട്. ക്ലിയർ ആണേ? അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ശനി ഉണ്ടല്ലോ, ശനിയുടെ കൂടെ നിങ്ങൾ ആദ്യം ഒരു 6 കൂട്ടണം. ചെയ്ത് തീർക്കരുത്. ശനിയുടെ കൂടെ ഒരു 6 കൂട്ടണം. ഇവിടെ ഒരു ഓക്കെ ആണല്ലോ. അപ്പൊ 6 വർഷം ഉണ്ട്. അപ്പൊ 6 കൂട്ടണം. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ 2000 മുതൽ 2006 വരെ എത്ര അതിവർഷം ഉണ്ട് എന്ന് നോക്കണം. എത്ര അതിവർഷം ഉണ്ട് എന്ന് നോക്കുക. അതിവർഷം എന്ന് വെച്ചാൽ ലീപ് ഇയർ എന്ന് വെച്ചാൽ ഫെബ്രുവരി 29 ദിവസമുള്ള. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം അറിയാം. 2000 എന്ന് പറയുന്ന അതിവർഷമാണ്. 2000 അതിവർഷമാണ്. 2000 എന്ന് പറയുന്ന അതിവർഷമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് കൂട്ടണം. ഇനി 2004 അതിവർഷം. 2000 നമുക്ക് എന്ത് ചെയ്യാം? 4 വെച്ച് ഹരിക്കാം, 400 വെച്ച് ഹരിക്കാം. 2400 ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരും. ഇനി 2004 4 വെച്ച് ഹരിക്കാം. 2000 ആയതുകൊണ്ടാണ് നൂറ്റാണ്ട് കൊണ്ട് ഹരിക്കുന്നത്. 2004 സാധാ നൂറ്റാണ്ട് അല്ലാത്തതുകൊണ്ട് 4 വെച്ച് ഹരിക്കണം. 2004 എന്താണ്? ഒരു നൂറ്റാണ്ടാണ്. ഒരു അതിവർഷമാണ്. അപ്പൊ എന്താണ്? വീണ്ടും ഒരു ദിവസം കൂടെ കൂട്ടി. എന്ന് വെച്ചാൽ 2000 അതിവർഷമാണ്, 2004 അതിവർഷം. അങ്ങനെ 2 അതിവർഷങ്ങളൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2 കൂടെ കൂട്ടി. മനസ്സിലായല്ലോ? അപ്പൊ 2000 മുതൽ 2006 വരെ എത്ര അതിവർഷം ഉണ്ടെന്ന് എത്ര വർഷം ഉണ്ടെന്ന് നോക്കുക? 6 വർഷം. ഇനി 2000 മുതൽ 2006 വരെ എത്ര അതിവർഷം ഉണ്ടെന്ന് നോക്കുക? 2 അതിവർഷം. അപ്പൊ 2 കൂടെ കൂട്ടി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പണി ചില സമയത്ത് നല്ല പുലിപ്പാലി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാലയളവിൽ അതിവർഷം എടുക്കാൻ ഞാൻ 2 എടുക്കാൻ പറഞ്ഞില്ലേ? ഈ പറയുന്ന കാലയളവിൽ ഫെബ്രുവരി 29 ഉണ്ടെങ്കിലേ അതിവർഷം എടുക്കാത്തിന്റെ 2 ദിവസം എടുക്കാവുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം 2000
2000 എന്ന് പറയുന്ന അതിവർഷമാണ്. ഈ പറയുന്ന 2000 2001 ഇടയ്ക്ക് ഫെബ്രുവരി 29 ഉണ്ട്. ഇനി 2004 അതിവർഷം 2004 2005 ഇടയിൽ ഫെബ്രുവരി 29 വരും. ഇനി 2008 ജനുവരി 1 എന്നാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. 2006 വരെ 2008 ജനുവരി 1 എന്നാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. 2008 അതിവർഷമാണ്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും 2000 അതിവർഷം ഒന്ന് കൂട്ടി, 2004 അതിവർഷം ഒന്ന് കൂട്ടി, 2008 അതിവർഷം എന്ന് പറഞ്ഞ് ഒന്ന് കൂട്ടിയാൽ നിങ്ങളുടെ കണക്ക് തെറ്റും. കാര്യം ഫെബ്രുവരി 1 ആയതേ ഉള്ളൂ, അല്ലെ ജനുവരി 1 ആയതേ ഉള്ളൂ. ആ അതിവർഷത്തിന്റെ എഫക്റ്റ് 2008 കിട്ടണമെങ്കിൽ, നമ്മുടെ ക്വസ്റ്റിനകത്ത് 8 പറയുന്നില്ല, 8 കിട്ടണമെങ്കിൽ ഈ പറയുമ്പോൾ ഫെബ്രുവരിയും കൂടെ 29 വന്നിരിക്കണം. 2008 ജനുവരി 1 എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഫെബ്രുവരി 29 കയറി വരത്തില്ല. അപ്പൊ 2008 എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് എവിടെ വരെ മതി? 2006 വരെ മതി. അപ്പൊ 2006 ഇടയിൽ 2 അതിവർഷമേ ഉള്ളൂ. ആ രണ്ടോട് കൂട്ടി. അപ്പൊ എന്താ? ശനിയുടെ കൂടെ എത്ര ദിവസം കൂട്ടണം? 8 ദിവസം കൂട്ടണം. ശനി പ്ലസ് 8. ശനിയുടെ കൂടെ 8 ദിവസം കൂട്ടുക. ശനിയുടെ കൂടെ 8 ദിവസം കൂട്ടുന്നതിനെക്കാട്ടി എളുപ്പം എന്ന് വെച്ചാൽ 8 ദിവസത്തിനകത്ത് ഒരാഴ്ച 7 ദിവസം പോകത്തില്ലയോടോ? ഒരു 7 പോകും. ബാക്കി എത്ര ഉണ്ട്? ശിഷ്ടം 1. ഒരു ദിവസം കൂട്ടിയാലും മതി. എന്ന് വെച്ചാൽ ശനിയുടെ കൂടെ ഒരു ദിവസം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഞായറായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെ എന്തുണ്ട്? ശനി പ്ലസ് 1. ആൻസർ ഞായർ. ഓക്കെ, 8 ദിവസം കൂട്ടാണ്ടേ. ശനിയുടെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 8 ദിവസം കൂടിയാലും ഞായർ തന്നെ വരും. ഒരു ദിവസം കൂടിയ കാര്യം ഒരാഴ്ചയിൽ 7 ദിവസം പോകും. ബാക്കിയുള്ളത് കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രേണി പൂർത്തിയാക്കുക. ഇത് ഇവിടെ നിന്നുണ്ടെന്ന് നോക്കിയാണോ? ഇവിടെ y e b, w f d, u h g, s k i. അടുത്ത വരുന്ന ഏതാണ് നോക്കേണ്ടത്? നിങ്ങൾ നോക്കിയേ, നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി. ഓക്കെ, നമ്മൾ എഴുതി. നോക്കിയേ, ഇവിടെ ആദ്യത്തെ ലെറ്റർ y കഴിഞ്ഞിട്ട് അടുത്ത വന്നേക്കുന്നത് നോക്കിയേ W ആണ്. y കഴിഞ്ഞിട്ട് y കഴിഞ്ഞു. പിന്നെ ഒരു ലെറ്റർ വിട്ടിട്ടാണ് അടുത്ത W വന്നേക്കുന്നത്. y കഴിഞ്ഞിട്ട് W. ഓക്കെ ആണല്ലോ? y കഴിഞ്ഞ് W. ഓക്കെ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് W കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം U ആണ്. വീണ്ടും ഒരു ലെറ്റർ കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഉണ്ട് U. മനസ്സിലായല്ലോ? വീണ്ടും ഒരു ലെറ്റർ കൂടെ വിട്ടിട്ട് അടുത്ത ലെറ്റർ S. അതിലേതാ ഇവിടെയും വന്നേക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു S, ഒരു 6 കൂടെ വിട്ടിട്ട് അടുത്ത വരുന്ന ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണോ? Q ആയിരിക്കണം ഇവിടെ വരേണ്ട ആദ്യ ലെറ്റർ എന്ന് പറയുന്നത് Q ആയിരിക്കണം. ഇവിടെ Qയിൽ തുടങ്ങുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, C ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, C ആയിരിക്കും ആൻസർ. മനസ്സിലായല്ലോ? C ഓപ്ഷൻ മാത്രമാണ്. Qയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ C മാത്രമേ ഉള്ളൂ. അതിനാൽ C ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ ചെയ്ത് നോക്കണമെന്നില്ല. ഇനിയും ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് വേണ്ടി ഏതാണ്ട് നോക്കിയാണ് അടുത്തത് E കഴിഞ്ഞിട്ട് F, E കഴിഞ്ഞിട്ട് F എന്നാണ്. നോക്കിയേ, E കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ വിട്ടിട്ട് F. ഓക്കെ, F കഴിഞ്ഞിട്ട് അടുത്തത് H. H എന്ന് വെച്ചാൽ എത്ര? 2 ലെറ്റർ വിട്ട്. G കഴിഞ്ഞിട്ടാണ് ഒരു ലെറ്റർ കൂടെ വിട്ടിട്ട് അടുത്ത ലെറ്റർ F, ഒരു ലെറ്റർ വിട്ടിട്ട് H. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് K ആണ്. K എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 2 ലെറ്റർ വിട്ടിട്ടാണ് K. അപ്പൊ അടുത്ത നമ്മൾ ആദ്യം 0, പിന്നെ 1, 2. ഇനി അടുത്ത 3 ലെറ്റർ വിടണം. എല്ലും എമ്മും എന്നും വിട്ടിട്ട് അടുത്തത് O ആയിരിക്കണം വരേണ്ടത്. നമ്മുടെ അടുത്ത O. അപ്പൊ നോക്കിയാണ്ടെ C ഓപ്ഷനകത്ത് തന്നെ രണ്ടാമത്തെ ലെറ്റർ O വന്നല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ B. C കഴിഞ്ഞിട്ട് അടുത്തത് D. C ഒഴിവാക്കിയിട്ട് D ആണ് വന്നേക്കുന്നത്. C കഴിഞ്ഞിട്ട് D ആണ് വന്നേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തത് D. E F ഉം ഒഴിവാക്കിയിട്ട് ഇവിടെ ആദ്യം ഒരു ലെറ്റർ വിട്ട് ഇവിടെ 2 ലെറ്റർ വിട്ടിട്ടാണ് നമുക്ക് എന്താ അടുത്തത് G ആണ് വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ? G. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താണ്? G കഴിഞ്ഞിട്ട് എടുത്തറ 1, 2, 3,
ലെറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്തത് സോറി ജി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ടാണ് ഐ എടുത്തേക്കുന്നത് ഒരു ലെറ്റർ. ഇപ്പൊ 2 1 2 1 വീണ്ടും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ 2 ലെറ്റർ മനസ്സിലായില്ല. ജെയും കെയും ഒഴിവാക്കിയിട്ട് അടുത്തത് എൽ ആയിരിക്കണം എടുക്കേണ്ടത്. എൽ എന്ന് വെച്ചാൽ ആദ്യം ഒരു ലെറ്റർ പിന്നെ 2 ലെറ്റർ ഒരു ലെറ്റർ 2 ലെറ്റർ ആ ഫോമിൽ പോകുമ്പോൾ ഇവിടുത്തെ എത്രയാണ് എൽ വരും. നമ്മൾ ഇത്രയൊന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ലെറ്റർ ക്യൂ തന്നെ കിട്ടിയാൽ നമ്മൾ ഇതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. ഇതാ നോക്കിയോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമോ. കെ പ്ലസ് 1/k മൈനസ് 2 ഈക്വൽ ടു 0 ആയാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. കെ റൈസ് ടു 29 പ്ലസ് 1/k റൈസ് ടു 29 മൈനസ് 2. ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഒറ്റ കാര്യം മാത്രം. ഈ കെയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് 0 കിട്ടുന്നത്? നമുക്ക് കെയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് 0 കിട്ടുന്നത്? നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആവും. -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആകുമ്പോൾ k + 1/k = 2 എന്നുള്ള ഉത്തരം കിട്ടും. ഒന്നെങ്കിൽ കെയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇപ്പുറത്ത് 2 കിട്ടുന്നത്, ആ 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ, ഇല്ലെങ്കിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത് നോക്കാം. നമുക്ക് ഉദാഹരണം ചുമ്മാ ആദ്യത്തെ 2 കെയ്ക്ക് 2 ചുമ്മാ ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുത്തു. അപ്പൊ കെയുടെ വാല്യൂ 2 ആകുമ്പോൾ 2 + 1/k യുടെ വാല്യൂ 2 മൈനസ് 2. ഓക്കെ ആണല്ലോ. 2 + 4 2 + 1/2 2.5. 2.5യിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് അരയല്ലയോടോ കിട്ടുന്നത്. 2.5യിൽ നിന്ന് 2 കുറച്ചാൽ അരയാണ് കിട്ടുന്നത്. 0 ആണോ കിട്ടുന്നത്? 0 അല്ല കിട്ടുന്നത്. അപ്പൊ കെയുടെ വാല്യൂ 2 അല്ല. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം. കെയ്ക്ക് അടുത്തൊരു വാല്യൂ ഇട്ട് കൊടുത്തു നോക്കാം. കെയ്ക്ക് നമുക്ക് അടുത്തൊരു വാല്യൂ ഇട്ട് കൊടുത്തു നോക്കാം. കെയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുത്തു നോക്കാം. കെയുടെ വാല്യൂ 1 എന്ന് കൊടുക്കാം. കെയ്ക്ക് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ കെയുടെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് നോക്കാം. കെയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുമ്പോൾ 1 പ്ലസ് കെയ്ക്ക് 1 കൊടുത്തു. 1 + 1 ഡിവൈഡഡ് ബൈ ഈ കെയുടെ വാല്യൂ എത്ര കൊടുത്തു? 1 കൊടുത്തു. -2 = 0. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം 1 + 1/1 എന്ന് വെച്ചാൽ 1 മൈനസ് 2 1 ഒന്നുകൂടെ കൂടുമ്പോൾ 2 2ൽ നിന്ന് 2 കുറച്ച് എന്ത് കിട്ടുമോ? 0 അല്ലയോ കിട്ടുന്നത്. ഇവിടെ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ കെയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അത് കൊടുത്തിട്ട് ഈ 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 0 കിട്ടുന്നതെന്ന് വെച്ചാൽ കെയ്ക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. കെയുടെ വാല്യൂ എന്താണ്? 0 ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ നമുക്ക് എന്താണ്ട് ഇത് ഇങ്ങോട്ട് ഞാൻ മാറ്റി ചെയ്തിടാം. ഓക്കെ കെയുടെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്തിട്ട് ഓക്കെ യെസ്. അപ്പൊ നോക്കിക്കോ. അപ്പൊ കെയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 1 + 1/1 മൈനസ് 2 = 0 വരും നോക്കാം. 1 + 1 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 1/1 വെച്ചാൽ 1 മൈനസ് 2 = 0 വെച്ചാൽ 2 - 2 = 0. അപ്പോൾ കെയ്ക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. 0 കിട്ടുന്നത്. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇങ്ങോട്ടും കൊടുക്കാം. ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടിയല്ലോ. കെയുടെ വാല്യൂ 1 എന്ന് കിട്ടിയാൽ നമുക്ക് ഈ 1 ഈ കെയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം. 1 റൈസ് ടു 29 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 റൈസ് ടു 29 മൈനസ് 2. ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1നെ 29 പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം എഴുതി കുടിച്ചാലും 1 തന്നെ. 1 റൈസ് ടു 29 എന്ന് വെച്ചാൽ 1 പ്ലസ് ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1 റൈസ് ടു 29 എന്ന് വെച്ചാൽ 1 മൈനസ് 2. നോക്കിയേ ഈ 1 പ്ലസ് ഈ 1നെ 1 വെച്ച് ഹരിച്ചാൽ 1 കിട്ടും -2. ഓക്കെ 1 + 1 എത്ര ഇട്ടോളൂ? 2 2 മൈനസ് 2 = 0. ഈ 1 ഒന്നുകൂടെ കൂടുമ്പോൾ 2 കിട്ടും. 2ൽ നിന്ന് 2 കുറച്ചാൽ 0 കിട്ടും. നമ്മളുടെ ആൻസർ ഡി ഓപ്ഷൻ 0 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ചെയ്യാൻ നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. കെയുടെ വാല്യൂസ് കെയ്ക്ക് ഏത് വില വരുമ്പോഴാണ് 0 കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ആ വില കൊണ്ടുവന്ന് ഇപ്പുറത്തേനകത്ത് നമ്മളങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. 16 ഡിവൈഡഡ് ബൈ 4 = 74 35
ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 85. അതേപോലെ തന്നെ 55 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 110 അല്ല 1011 ആയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 49 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്. നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈ 6ഉം ഒന്നുകൂടെ കൂട്ടുന്നതല്ലയോ 7. 6 ഒന്നുകൂടെ കൂട്ടുന്നതല്ലയോ 6 + 1 അല്ലെ 1 6 കൂട്ടുമ്പോൾ 7. അതാണ് ഇതാ ഈ ആദ്യം കിടക്കുന്നത്. പിന്നെന്ത് ചെയ്യണം? ഈ 16നെ 4 വെച്ചരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16നെ നമുക്ക് 4 വെച്ചരിക്കുമ്പോൾ 4 ഇല്ലയോ കിട്ടുന്ന ആ 4ആണ് നമുക്കിവിടെ ആദ്യം 7ഉം കിട്ടി, ഈ 7ഉം കിട്ടി, ഈ 4 വെച്ചരിക്കുമ്പോൾ 4ഉം കിട്ടി. അങ്ങനെയാണ് 74. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 5 3 കൂട്ടിയേ, 5 3 കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. ഈ 35ന് 7 വെച്ചരിച്ച ഈ 7 അല്ലേ 35, അതെ 85 കിട്ടി. ഇനി ഉണ്ട് ഈ 5 5 കൂട്ടിയേ, ഈ 5 5 കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 5 5 കൂടുമ്പോൾ നമുക്ക് 10 കിട്ടും. ഇനി 55നെ 5 വെച്ചിരിക്കുമ്പോൾ 11, അതല്ലേ കിട്ടിയേക്കുന്നത്. ആ റൂള് പ്രകാരം ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ 49 ഡിവൈഡഡ് ബൈ 7 എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 4ഉം 9 കൂടെ കൂട്ടണം. 4ഉം 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 13 എന്ന് കിട്ടത്തില്ലയോ? നമുക്ക് അന്നേരം ഇവിടെ എന്ത് എഴുതാം? 13 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഈ 49നെ 7 വെച്ചരിക്കണം. ഓക്കെ, 7 7 അല്ലൂടോ 49 എന്ന് പറയുന്നത്. 7 7 അല്ലയോ 49, ആ 7 എഴുതണം. നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ ആണ്. 137 ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒറ്റയാനേത്? ഒറ്റയാനയാണ്. ഈ ഒറ്റയാന എന്ന് പറയാൻ നമുക്ക് ഇവിടെ 2 3 സംഖ്യകളുടെ 875, 979, ഓക്കെ 1089, 1067. നമ്മൾ സാധാരണ ഇത് നോക്കുമ്പോൾ പ്രൈം നമ്പർ ആണോ എന്നൊക്കെ നോക്കും. ഇത് പ്രൈം നമ്പറുമായിട്ട് വെച്ചിട്ടുള്ള കളിയൊന്നും അല്ല ഇതിനകത്ത് ഒറ്റയാണെന്നുള്ളത്. ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 11ന്റെ മൾട്ടിപ്പിൾസ് 11ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇതിനകത്ത് തന്നേക്കുന്ന ഗുണിതങ്ങളാണ് ഈ തന്നേക്കുന്ന എല്ലാം. നമുക്ക് നോക്കാം. ഒരെണ്ണം ഒഴിച്ചു. ഒരു സംഖ്യ 11ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു സംഖ്യ 11ന്റെ ഗുണിതമാകണമെന്നുണ്ട് എങ്കിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് 11ന്റെ പ്രത്യേകത? ഒരു സംഖ്യ 11ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കുക, അവയുടെ വ്യത്യാസം, തുകയുടെ വ്യത്യാസം ഒന്നീ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. നമുക്ക് നോക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 8 7 5, ഒന്നാമത്തെ ഓപ്ഷൻ. നമ്മൾ ഒന്നിടവിട്ട സംഖ്യ 8 7 കൂടെ 8 5 കൂടെ കൂട്ടുക. 8 5 കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടി 8 5 കൂടെ കൂടുമ്പോൾ 13 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഈ 13ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ അടുത്ത സംഖ്യ കുറയ്ക്കണം. ഒന്നിടവിട്ട സംഖ്യ കൂട്ടിയിട്ട് മറ്റു സംഖ്യ കുറയ്ക്കണം. 13ൽ നിന്ന് 7 കുറയ്ക്കുക. 13ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുമോ? 6 എന്ന് കിട്ടും. ഈ 6 എന്ന് പറയുന്നത് 0 അല്ല 11 അല്ലാത്തത് കൊണ്ട് ഇത് 11ന്റെ ഗുണിതം അല്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ 9 7 9. ഈ ഒന്നിടവിട്ട സംഖ്യ രണ്ടോട് കൂട്ടിയേ 9 9 കൂട്ടോ. 9 9 കൂടെ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടും. ഈ 18ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 7 കുറയ്ക്കണം. 18ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടത്തില്ലയോ? ഈ 11 എന്ന് പറയുന്നത് എന്തിന്റെ ഗുണിതമാണ്? 11ന്റെ ഗുണിതമാണ്. അപ്പോൾ ബി ഓപ്ഷനകത്തത് 11ന്റെ ഗുണിതമാണ്. ഓക്കെ, അടുത്ത നോക്കാം. 10 89. ഒന്നിടവിട്ട സംഖ്യ എന്ന് വെച്ചാൽ 1ഉം എത്ര 8 കൂടെ കൂട്ടും. 8 8 കൂടെ കൂടുമ്പോൾ 9. അടുത്തത് 0 9 കൂടെ കൂട്ടുമ്പോൾ 9. 9ൽ നിന്ന് 9 കുറച്ച് എത്ര കിട്ടുമോ? 0 കിട്ടും. ഞാൻ പറഞ്ഞല്ലോ 0മോ 11 ആണ് ഈ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ വ്യത്യാസം വരുന്നതെങ്കിൽ അത് 11ന്റെ ഗുണിതമാണ്. അടുത്ത നോക്കിയേ 10 67. അല്ല, ഒന്നിടവിട്ട സംഖ്യ 1 6 കൂടുമ്പോൾ 7. ഒന്നിടവിട്ട സംഖ്യ 0 7 കൂടുമ്പോൾ 7. 7ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഈ തന്നേക്കുന്ന ബി ഓപ്ഷനും സി ഓപ്ഷനും ഡി ഓപ്ഷനും എല്ലാം 11ന്റെ ഗുണിതമാണ്. പക്ഷേ എ ഓപ്ഷൻ 11ന്റെ ഗുണിതം അല്ല. എ ഓപ്ഷൻ 11ന്റെ ഗുണിതം അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ ഓപ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിന്റെ 7 മടങ്ങും അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയിലെ 18ാം പദം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട.
ആയിക്കണോ? ഒരു സമാന്തര ശ്രേണിയിലെ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ പദം കിട്ടുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ പദം എ ആണെങ്കിൽ എയുടെ കൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? രണ്ടാം പദം കിട്ടുന്നത്. അതേപോലെ ഒന്നാമത്തെ പദത്തിന്റെ പൊതുവ്യത്യാസം രണ്ട് വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നാം പദം കിട്ടുന്നത്. ഒന്നാമത്തെ പദത്തിന്റെ പൊതുവ്യത്യാസം 3 വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നാലാം പദം കിട്ടുന്നത്. ഒന്നാമത്തെ പദത്തിന്റെ പൊതുവ്യത്യാസം 4 വട്ടം കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടുമ്പോൾ രണ്ടാമത്തെ പദം, ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 2 വട്ടം കൂട്ടുമ്പോൾ മൂന്നാമത്തെ പദം, 3 വട്ടം കൂട്ടുമ്പോൾ നാലാമത്തെ പദം. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഏഴാം പദം. അപ്പൊ ഏഴാം പദം എന്ന് പറയുമ്പോൾ എന്തോടോ? ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണം? ഏഴാം പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 6 വട്ടം കൂട്ടണം. 6d. മനസ്സിലായല്ലോ? ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 6 വട്ടം കൂട്ടുമ്പോഴാണ് ഏഴാം പദം കിട്ടുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് ഏഴാം പദത്തിന്റെ 7 മടങ്ങ്. ഏഴാം പദത്തിന്റെ എത്രയാണോ? 7 മടങ്ങ്. 7 മടങ്ങ് എന്ന് വെച്ചാൽ ഇന്ന് 7 കൊണ്ട് ഗുണിക്കണം. പിന്നെ പറയുന്നത് 11ാം പദം. 11ാം പദം എങ്ങനെ കിട്ടുന്നത്? ഒന്നാമത്തെ പദത്തിന്റെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണം? 10 വട്ടം കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 11ാം പദം കിട്ടുന്നത്. ഈ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്. എന്ത്? തുല്യമായാൽ ഇത് തമ്മിൽ ഈക്വൽ ടു കൊടുക്കണം. അപ്പൊ മനസ്സിലായല്ലോ? ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 6 വട്ടം കൂട്ടുന്ന ഏഴാം പദത്തിന്റെ 7 മടങ്ങിനോട് 11ാം പദത്തിന്റെ 11 മടങ്ങ് കൂട്ടുമ്പോൾ കിട്ടുന്ന രണ്ടും തുല്യമായാൽ അപ്പുറം ഇപ്പുറവും ഈക്വൽ ടു കൊടുക്കാം. ഇനി ഈ ബ്രാക്കറ്റ് പൊളിക്കണേ. ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന 7 അകത്തിയിട്ട് ഗുണിക്കണം. 1 ഗുണം 7 ഗുണം എ 7a പ്ലസ് 7 ഗുണം 6 7 6 42d. അപ്പം 7 കൊണ്ട് 6d ഗുണിച്ചു. ഈക്വൽ ടു 11 ഗുണം എ 11a. കാര്യം ഈ ബ്രാക്കറ്റ് വിളിക്കണേ 11 അകത്തേറ്റ് ഗുണിക്കണം. 11 ഗുണം എ 11a പ്ലസ് 11 ഗുണം 10d എന്ന് വെച്ചാൽ 110d എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? എ എല്ലാം ഒരു സൈഡിലാക്കണം, ഡി എല്ലാം ഒരു സൈഡിലാക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 42d ഇപ്പുറത്ത് കിടക്കുന്ന പ്ലസ് 10d ഇപ്പുറത്ത് വരുമ്പോൾ 110d ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 110d എന്നാവും. ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന ഒരു 11a ഉണ്ട്. ഈ കിടക്കുന്ന പ്ലസ് 7a ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 7a എന്നാവും. ഓക്കെ, ഇവിടെ നമുക്ക് കുറയ്ക്കാം. ഇവിടെ നമുക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര? 68. 68d ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? ഇവിടെ 4a എന്ന് കിട്ടും. 4a. മനസ്സിലായല്ലോ? എത്ര? 68. 68 എന്ന് വെച്ചാൽ മൈനസ് 68 ആണ്. കാര്യം എന്താണ്? 42ൽ നിന്ന് 110 കുറയ്ക്കുക. 110ൽ നിന്നാണ് 42 കുറയ്ക്കുന്നതെങ്കിൽ 110ൽ നിന്നാണ് 42 കുറയ്ക്കുന്നതെങ്കിൽ പ്ലസ് 68 കിട്ടും. ഇവിടെ നമ്മൾ എന്താണ് കുറയ്ക്കുന്നത്? എന്താണ്? പിന്നെ 42ൽ നിന്നാണ് 110 കുറയ്ക്കുമ്പോൾ മൈനസ് 68. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. നമുക്ക് ഈക്വൽ ടു 4a. അപ്പൊ നമുക്ക് ഇനി എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 4 ഇവിടെ ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഓക്കെ ആണല്ലോ? മൈനസ് 68d. ഈ 4 ഇവിടെ ഗുണിച്ചേക്കുന്ന ഇപ്പുറത്ത് കൊണ്ട് ഹരിക്കണം. ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു a. ഓക്കെ, നമുക്ക് വെട്ടാം. 1 4 4 ശിഷ്ടം 7 4 28d. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഒരു മൈനസ് ഉണ്ട്? ആ മൈനസ് അതേപോലെ കൊടുക്കുക. ഈക്വൽ ടു a എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 17d ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 17d ആണ്. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് 18ാം പദം എത്ര എന്നാ. നമുക്കറിയാമല്ലോ 18ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പദമായ എയുടെ കൂടെ പൊതുവ്യത്യാസം 17 പ്രാവശ്യം കൂട്ടണം. 17d കൂട്ടണം. ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 17 വട്ടം കൂട്ടണം. ഒന്നാമത്തെ പദമായ എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലയോടോ? മൈനസ് 17d എന്ന് കൊടുത്തിട്ടില്ലയോ? ഇപ്പൊ എയുടെ വാല്യൂ മാറ്റിയിട്ട് എയുടെ വില എത്ര? മൈനസ് 17d പ്ലസ് ഇപ്പുറത്തൊരു 17d ഉണ്ട്. മൈനസ് 17d പ്ലസ് 17d കൂട്ടുമ്പോൾ 0 കിട്ടും. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. 0 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. 18ാം പദം 0 ആണ്. ഓപ്ഷനകത്ത് 0 ഇല്ലാത്തത് കൊണ്ട്
നമുക്ക് എന്താ ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഡി ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഡി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രി ആകും? 180 ഡിഗ്രി ആകും. ശ്രദ്ധിച്ചോണം, 180 ഡിഗ്രി ആകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് എതിർ ദിശയിൽ വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർ ദിശയിൽ വരുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ ഒരു ക്ലോക്ക് വരച്ചാണ്, ഒരു ക്ലോക്ക് കണ്ടല്ലോ. ഓക്കെ, ഈ ക്ലോക്കിൽ 2 സൂചികൾ എതിർ ദിശയിൽ വരുമെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇവിടുത്തെ ആംഗിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 180 ഡിഗ്രിയാണ് എതിർ ദിശയിൽ വരുന്നത്, 180 ഡിഗ്രി വരുന്നത്. ഇങ്ങനെ വരുന്ന എപ്പോഴാണ് എതിർ ദിശയിൽ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം എതിർ ദിശയിൽ വരുമെന്ന് വെച്ചാൽ 22 പ്രാവശ്യം എതിർ ദിശയിൽ വരും. ഇനി ഇവ ഒന്നിക്കുന്നതിനെ കുറിച്ച് പറയും. ഒന്നിക്കുന്ന വെച്ചാൽ ഇംഗ്ലീഷിൽ കോയിൻസൈഡ് എന്ന് വെച്ചാൽ പറയും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിൾ 0 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ 2 സൂചിയും പുറത്ത് വരും. അതും ഒരു ദിവസം എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ 22 പ്രാവശ്യമാണ്. എതിർ ദിശയിൽ വരുന്നത് 22 പ്രാവശ്യം, അതേപോലെ തന്നെ ഒന്നിക്കുന്നത് 0 ഡിഗ്രി വരുന്നത് 22 പ്രാവശ്യമാണ്. അതേപോലെ തന്നെ ഇതാണ് നേർരേഖയിൽ വരുന്നത് 44 പ്രാവശ്യമാണ്. നേർരേഖയിൽ വരുന്നത് 44 പ്രാവശ്യമാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. അതേപോലെ 90 ഡിഗ്രി വരുന്നതും 44 പ്രാവശ്യമാണ്. മനസ്സിലായല്ലോ? നേർരേഖയിലും 44, 90 ഡിഗ്രിയിൽ 44, എതിർ ദിശയിൽ 22, 0 ഡിഗ്രി 22. മനസ്സിലായല്ലോ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 44 വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അതേപോലെ തന്നെ 90 ഡിഗ്രി വരുന്നതും 44 തവണയാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ അവർ ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ പകുതി വരയ്ക്കുന്നുള്ളൂ, മൊത്തം വരയ്ക്കുന്നില്ല. ഇവിടെ 9, ഇവിടെ 3, 10 മണിക്കും ഇവിടെ 11 മണി, ഇവിടെ 12 മണി, ഇവിടെ 1 മണി. ഈ 10 മണി മുതൽ 1 മണി 10 മണിക്കും രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ, ഈ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇത് ഒരു പ്രാവശ്യം എതിർ ദിശയിൽ വരും. 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഇത് ഒരു പ്രാവശ്യം എതിർ ദിശയിൽ വരും. 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഇത് ഒരു പ്രാവശ്യം എതിർ ദിശയിൽ വരും. അപ്പോൾ എത്ര പ്രാവശ്യം എതിർ ദിശ എന്ന് വെച്ചാൽ 10നും 11നും ഇടയ്ക്ക് 1, 11നും 12നും ഇടയ്ക്ക് 1, 12നും 1നും ഇടയ്ക്ക് 1, ടോട്ടൽ 3 തവണ വരും. 3 തവണ. ഇവർ ഇവിടെ ചോദിച്ചതിനകത്ത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകാൻ, ഇച്ചിരി മാറി, അല്ലെങ്കിൽ കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുള്ള രീതിയിൽ ഈ ചോദ്യം 2 രീതിയിൽ ചോദിക്കാമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം തന്നെ 180 ഡിഗ്രി എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാം. പക്ഷെ പറയുന്ന സമയം ഇങ്ങനെ ചോദിക്കരുതായിരുന്നു. 10 മണി ചോദിക്കാതെ 4 മണി മുതൽ 7 മണി വരെ എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഈ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം വരും. 5 മണിക്കും 6 മണിക്കും ഇടയിലും 6 മണിക്കും 7 മണിക്കും ഇടയിലും ഇത് എതിർ ദിശയിൽ വരത്തില്ല. പകരം കൃത്യം 6 മണിക്ക് ഒരു എതിർ ദിശയിൽ വരും. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 2 ആയേനെ. ഇനി 10 മണി മുതൽ 1 മണി വരെ എന്നുള്ള ചോദ്യം ചോദിച്ചോ, കുഴപ്പമില്ല. പകരം 180 ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം 180 ഡിഗ്രി എന്ന് പറയുന്നതിനോ 0 ഡിഗ്രി അല്ലെങ്കിൽ ഒന്നിക്കുന്നു എന്നായിരുന്നു പറഞ്ഞെങ്കിലും ഇവിടുത്തെ ആൻസർ 2 വരത്തുള്ളൂ. കാരണം 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യമേ ഇത് ഒന്നിക്കത്തുള്ളൂ, പുറത്ത് വരത്തുള്ളൂ. 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഇത് ഒന്നിക്കത്തില്ല. 12 മണിക്കും 1 മണിക്കും ഇടയിലും 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഇത് ഒന്നിക്കത്തില്ല. പകരം 12 മണിക്ക് ഒന്നിക്കും. അപ്പോൾ മൊത്തത്തിൽ 2 ആൻസർ വരത്തുള്ളൂ. ഇവരോട് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാണ്. മിസ്റ്റേക്ക് മീൻസ് ഇങ്ങനെ ചോദിക്കാതായിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആയി പോനെ. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആൻസർ അങ്ങ് എഴുതാം. 3 ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്രയാണ്? ഒന്നുമില്ല.
ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, 100നെ തന്നേക്കുന്ന നമ്പർ ഓഫ് ഇയർ വെച്ച് ഹരിക്കണം. ഇനി നമ്പർ ഓഫ് ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 100നെ തന്നേക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഹരിക്കണം. ഇരട്ടിയാവുന്നു, സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകുന്ന കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാവുന്ന കേസിൽ നമുക്ക് പലിശ നിരക്കാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 100നെ തന്നേക്കുന്ന നമ്പർ ഓഫ് ഇയർ വെച്ച് ഹരിക്കണം. നമ്പർ ഓഫ് ഇയർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 100നെ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഹരിക്കണം. ഇവിടെ നമ്പർ ഓഫ് ഇയർ അവർ പറയുന്നുണ്ട് എത്ര വർഷം കൊണ്ടാ, 10 വർഷം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10, 100നെ 10 വെച്ചിരിക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഇവിടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 10% സി ഓപ്ഷൻ ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന പരീക്ഷകളിലെല്ലാം ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളെല്ലാം നിങ്ങൾ എത്ര ഉണ്ടെന്ന് വിലയിരുത്തുക, നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് മറ്റുള്ള പരീക്ഷയായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.